ഞാനാണ് അബോധം. ഈ നാടിന്റെ ജീവിക്കുന്ന ബോധം. അബോധം അബോധം ജീവിക്കുന്ന ബോധം. സൂര്യൻ കിഴക്കുതിക്കുന്നു, നട്ടുച്ചയ്ക്ക് എന്റെ ഉച്ചയ്ക്ക് വീഴുന്നു, 16 കടലിൽ പോയി കേട്ടാകുന്നു. സൂര്യൻ കിഴക്കുതിക്കുന്നു, നട്ടുച്ചയ്ക്ക് എന്റെ ഉച്ചയ്ക്ക് വീഴുന്നു, 16 കടലിൽ പോയി കേട്ടാകുന്നു. സൂര്യൻ കിഴക്കുതിക്കുന്നു, നട്ടുച്ചയ്ക്ക് എന്റെ ഉച്ചയ്ക്ക് വീഴുന്നു, 16 കടലിൽ പോയി കേട്ടാകുന്നു. മക്കളിൽ ഞാനാണ് രാജൻ, 12 രാജൻ. നമ്മളെ കണ്ടാലറിയാതായി ഇന്ത്യ ഭ്രാന്താലയമായി. ആയിരത്താം ഹൃദയങ്ങൾ മനുഷ്യൻ മരിക്കുന്നു, ചെകുത്താൻ ചിരിക്കുന്നു. ഞങ്ങൾ അവതരിപ്പിക്കട്ടെ. വിൽക്കാനുണ്ട് ഒരു കൊട്ട നിറയെ സ്വാതന്ത്ര്യം, ഒരു കുട്ട നിറയെ വിൽക്കാനുണ്ട്. സ്വാതന്ത്ര്യം വേണോ സ്വാതന്ത്ര്യം, സ്വാതന്ത്ര്യം വേണോ സ്വാതന്ത്ര്യം. 5 അല്ല 10 അല്ല 20 അല്ല 50 അല്ല 75 ലക്ഷം സ്വാതന്ത്ര്യം. നല്ല ചൂടുള്ള സ്വാതന്ത്ര്യം, പിടക്കണ സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം വേണോ സ്വാതന്ത്ര്യം. എനിക്കൊന്നുകൂടെ രാവിലെ ഒന്ന് കയറിയതാ. അല്ല താനും തൊട്ട് സ്വാതന്ത്ര്യം വേണോ സ്വാതന്ത്ര്യം. എന്റെ അമ്മോ, എന്തൊരു നാറ്റം. നാറ്റമത്രേ. സ്വാതന്ത്ര്യം വേണോ സ്വാതന്ത്ര്യം. പിന്നെ ഒരു പൊട്ട സ്വാതന്ത്ര്യം ഇവിടെ അരി മേടിക്കാൻ കാശില്ല. അപ്പഴാ കൊറോണയും വന്ന് മനുഷ്യന്റെ ശ്വാസവും പോയി, പൈസയും പോയി, എല്ലാം പോയി, കാസൊക്കെ ഇരിക്കുമ്പോഴാ അവന്റെ അമ്മൂമ്മയുടെ ഒരു സ്വാതന്ത്ര്യം എടുത്തോണ്ട് പോടോ. തന്റെ കൊണ്ടൊരു കിറ്റ് ഉണ്ടാ, നമ്മുടെ സർക്കാരിന്റെ കിറ്റ്. അതാണെങ്കിൽ നോക്കാൻ നല്ല ദിവസമായിട്ട് എന്ത് രേഷൻ കിട്ടി കാട്ടുന്നേ. ഇതിപ്പോ എന്താ സംഭവം? അപ്പൊ നീ
അലക്സ, ഇത്ര ആൾക്കാർ ഇവിടെ കൂടിയിരിക്കണല്ലേ, അപ്പൊ നമുക്കൊരു വെറൈറ്റി പ്രോഗ്രാം പിടിച്ചാലാ? അത് പോയിന്റ് പുത്തമ്പടി യുദ്ധം എന്തുവാ സുമ്മാവാ കേസിവയുണ്ടാ. എന്നാ ഞാൻ പറയാം, ഒരു പടം അങ്ങനെ പിടിച്ചാലാ? എന്റെ പൊന്നേ സെൻസർ ബോർഡ്, ഈ സെൻസർ ബോർഡ് കത്തറി കൊണ്ട് കണ്ട മുണ്ട മുറിച്ചട്ടെ. എന്ത് സിനിമ ഇറക്കാനാ, എന്ത് സിനിമ ഇറക്കാനാ? ഇല്ലെങ്കിൽ വേണ്ട, വെബ് സീരീസ്. അതാവുമ്പോ ജോസഫിന്റെ വീടുണ്ട്, അവിടെ ഷൂട്ട് ചെയ്യാം. കർത്താവും പിള്ളേരും എങ്ങനെയുണ്ട് പേര്? കടിക്കും പിന്നെ കത്തിക്കും. ഒരു സിനിമയ്ക്ക് പേരിട്ടതിന്റെ ശീലം ഇതുവരെ മാറിയിട്ടില്ല. കർത്താവിന് വരെ ആർമിയുള്ള കാലന്റെ ചൂച്ച. ഞാനങ്ങോട്ട് പറയാം, ഉള്ളവന്മാരെ വെച്ച് നമുക്കൊരു നാടകം ഒപ്പിക്കാം, തെരുവ് നാടകം. അതാവുമ്പോ സെൻസർ ബോർഡിനെ പേടിക്കണ്ട, തീവ്രവാദികളെ പേടിക്കണ്ട. അത് കളി രാജാതിരാജൻ, വീരാതി ധീരൻ, കില്ലാടി വില്ലൻ, ചക്രവർത്തി തിരുമനസിന്റെ രാജകൽപ്പന. രാജകൽപ്പന, അയ്യോ രാജകൽപ്പന. മഹാമനസ്കരും അത്യുദാരനുമായ രാജാവ് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാൻ തീരുമാനിച്ചിരിക്കുന്നു. ആനന്ദിപ്പിൻ, ആഹ്ലാദിപ്പിൻ, രാജാവിനെ പൊക്കി പൊക്കി അടിക്കുവിൻ. കൽപ്പന 1, രാജാവല്ലാതൊരു ദൈവം പാടില്ല. രാജാവിന്റെ തിരുനാമം ദുരുപയോഗിച്ചാൽ അത് രാജ്യദ്രോഹം. പക്ഷേ രാജാവ് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു. കൽപ്പന 2, രാജാവല്ലാതൊരു ശരിയില്ല. രാജാവിനെ വിമർശിച്ചാൽ അത് പാതകം. പക്ഷേ രാജാവ് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു. കൽപ്പന 3, രാജമതമല്ലാതൊരു മതമില്ല. ബാക്കി മതങ്ങൾ പുങ്കവ നാട്ടിലേക്ക് പലായനം ചെയ്യണം. പക്ഷേ രാജാവ് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു. കൽപ്പന 4, രാജാവിനെ പുകഴ്ത്തുന്ന കലകൾ രാജസ്തുതികളായ പാട്ടുകൾ. അതല്ലാത്ത കലകളെല്ലാം വാളിനും തൂക്കുകയറിനും വിട്ടുകൊടുക്കും. പക്ഷേ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് രാജാവ് തന്നിരിക്കുന്നു. ഇതെന്റെ കൽപ്പന, ഇത് തന്റെ രാജശാസനം. കയ്യിൽ കനലുമായി നിലകൊള്ളുക. യജമാനെതിരെ ശബ്ദമുയർത്തുന്ന നാവുകൾ പിഴുതെറിയുക. എന്റെ പ്രിയ ദേശവാസികളെ, ഇനി ഞാനാണ് നിങ്ങൾക്ക് രാജാവ്. അയ്യേ, രാജാവിന് തുണിയില്ല. അയ്യേ, രാജാവിന് തുണിയില്ല. अच्छा दिन आने वाले हैं, अच्छा दिन अच्छा दिन अच्छा दिन आने वाले हैं, अच्छा दिन अच्छा दिन अच्छा दिन आने वाले हैं। मेरे प्यारे देशवासियों, मेरा दिल, मेरा घर, मेरा परिवार, सब कुछ देश के लिए छोड़ दिया। देशवासियों, मेरे प्यारे देशवासियों,
ഓക്സിജനില്ല, ആശുപത്രിയിൽ കിടക്കാൻ കിടക്ക പോലുമില്ല. അയ്യോ കൊറോണ, അയ്യോ കൊറോണ, ശവം കൊണ്ട് മഹാമാരി. അയ്യോ കൊറോണ, അയ്യോ കൊറോണ, ശവം കൊണ്ട് മഹാമാരി. കാറ്റടിച്ചു കൊടും കാറ്റടിച്ചു, കായലിലെ വിളക്കുമരം കണ്ണടച്ചു. കായലിലെ വിളക്കുമരം കണ്ണടച്ചു, കായലിലെ വിളക്കുമരം കണ്ണടച്ചു. देशवासियों, अच्छा दिन आने वाले हैं, अच्छा दिन आने वाले हैं. इस कोरोना के दूर करने के लिए ताली बजाओ और दिया जलाओ. പാത്രം കൊട്ടാനും തിരി കത്തിക്കാനും പിന്നെ ഗോ കൊറോണ ഗോ. ഭരണകൂടത്തിന്റെ പൊള്ളിച്ച ചോദ്യം ഞാൻ, ഫാസിസ കണ്ണുകളിലെ കരട് ഞാൻ, 7 ബുള്ളറ്റ് കുത്തിത്തുളച്ച് മണ്ണിലിറ്റിച്ച ചോര ഞാൻ. ദളിത വിദ്യാർത്ഥി ഞാൻ, പാർശ്വവൽക്കരിക്കപ്പെട്ടവനെ ശങ്കിലെ കൊള്ളൽ ഞാൻ, വർണ്ണവർ മൂത്ത് അരിഞ്ഞിട്ട ഇന്ത്യൻ യുവത്ത ചിറകു ഞാൻ. ഓടുന്ന രാത്രി വേണ്ടി അവസാനിപ്പിച്ച് ദൂരം ഞാൻ, ഇന്ത്യൻ പെൺകുട്ടിയുടെ കണ്ണീര് ഞാൻ. ഞാൻ സ്റ്റാൻ സ്വാമി, 84 വയസ്സ് പിന്നിട്ട പാർക്കിൻസൺ ബാധിച്ച മനുഷ്യൻ. ഇതെന്റെ ശരീരമല്ല, ഇതെന്റെ രൂപവുമല്ല. ജാർഖണ്ഡിലെ, നാഗ്പൂരിലെ, ഛത്തീസ്ഗഡിലെ ശബ്ദമില്ലാത്ത ആദിവാസികളുടെ ശബ്ദം ഞാൻ. ദളിതന്റെ നോവ് ഞാൻ, അവരുടെ ഉയിരിന്റെ തേങ്ങലും ഞാൻ, ചോദ്യം ഞാൻ. അയ്യോ സ്വാതന്ത്ര്യം. മഹാത്മാവെന്ന് ഒരിക്കൽ നിങ്ങൾ വിളിച്ച ഗാന്ധി ഞാൻ. ഇന്ന് രാജ്യദ്രോഹി എന്ന് കാലം പഠിപ്പിക്കുന്ന ഗതികേട് ഞാൻ. സ്വത്തും നശിപ്പിച്ച മതേതരത്വം ഞാൻ. ഇന്ന് രാജ്യസ്നേഹിയായി കാലം മാറ്റിയ ഗോഡ്സെയുടെ തോക്കിന്റെ ഇര ഞാൻ.
സത്യമെവിടെ സൗന്ദര്യമെവിടെ നമ്മുടെ രക്തബന്ധങ്ങളെവിടെ നിത്യ സ്നേഹങ്ങളെവിടെ 1000 യുഗങ്ങളിൽ ഒരിക്കൽ വരാറുള്ളൂ അവതാരങ്ങൾ എവിടെ മനുഷ്യൻ തെരുവിൽ മരിക്കുന്നു മതങ്ങൾ ചിരിക്കുന്നു അല്ല എന്റെ ഇന്ത്യ ഇതല്ല ആർഷഭാരതം ഇതല്ല ഭാരതാംബ ഇതല്ല ഇന്ത്യ പാകിസ്ഥാനെതിരെ ഉയരുന്ന ഉണ്ടയല്ല ഇന്ത്യ ആകാശത്തൂടെ പറക്കുന്ന റഫാൽ വിമാനവുമല്ല ഇന്ത്യ ക്രിക്കറ്റിൽ ഉയർന്ന മുറവിളിയല്ല പിന്നെ എന്താണ് ഇന്ത്യ എവിടെയാണ് ഇന്ത്യ എങ്ങോട്ടാണ് ഇന്ത്യ ചങ്കാണ് ഇന്ത്യ ചങ്കിലെ ചോരയാണ് ഒരൊറ്റ ചോര നിറമാണ് നിറം നോക്കി മതം നോക്കി ജാതി നോക്കി മനുഷ്യരെ വേർതിരിച്ച് കാണുന്ന കാഴ്ചയല്ലത് ഇന്ത്യയെ കാണുക എന്നാൽ എന്താണ് ഇന്ത്യ കണ്ടെത്തിയ ഞാനാവുക എന്നല്ലാതെ ഒരു നല്ല മനുഷ്യനാവുക എന്നല്ലാതെ വരിക 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 സഹചരേ സഹന സമര സമയമായി കരളുറച്ചു കൈകൾ കോർത്തു കാൽ നടക്കു പോകനാം സഹചരേ സഹചരേ വരിക വരിക സഹചരേ ബ്രിട്ടനെ വിരട്ടുവിൻ ചട്ടമൊക്കെ മാറ്റുവിൻ ദുഷ്ടനീതി വിഷ്ടപത്തിൽ ഒട്ടുമേ നിലച്ചിടാം സഹചരേ സഹചരേ വരിക വരിക സഹചരേ